ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഹലോ ഗൈസ് ഫാമിലി. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലേ. അപ്പം നമുക്ക് കുറച്ച് മാങ്ങ, അതായത് പഴുത്ത മാങ്ങ. അപ്പോൾ പഴുത്ത മാങ്ങ നമ്മൾ കുറച്ച് വാങ്ങിച്ചപ്പം നമ്മൾ എന്ത് ചെയ്തു, അതുകൊണ്ട് നമുക്ക് അടിപൊളി ഒരു പലഹാരം ഉണ്ടാക്കിയാലോ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ചക്ക കൊണ്ടൊക്കെ നമ്മൾ ഉണ്ടാക്കും കേട്ടോ. അപ്പം ഇത് നമ്മൾ പഴുത്ത മാങ്ങ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ്. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഗോതമ്പും മൈദയുമാണ്. അരി തന്നെ എടുത്തും ഉണ്ടാക്കാം. അപ്പം നമ്മൾ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് ജീരകം, നല്ല ജീരകം, പിന്നെ ഏലക്ക, ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് വേണേൽ അത് പൊടിച്ചെടുക്കാം. ഞാൻ പൊടിച്ചൊന്നുമില്ല, കാര്യം ശർക്കര ചൂടാക്കുന്ന വെള്ളത്തിലോട്ടിട്ട് അതിനകത്ത് തന്നെ നമ്മളൊന്ന് തിളപ്പിച്ച് അത് ഊറ്റി അങ്ങനെയാണ് നമ്മളെടുത്തത്. അപ്പം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മാവിൽ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം പച്ചവെള്ളത്തിന് നമുക്ക് കുഴച്ചെടുക്കാം. ഇച്ചിരി ലൂസാക്കി വേണം നമ്മൾ ഈ മാവൊന്ന്. ശർക്കര പാനിയായി വന്നപ്പോൾ നമ്മളത് ഊറ്റി മാറ്റിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴുത്ത മാങ്ങ അതിലേക്കിട്ട് നമ്മൾ നന്നായിട്ട് അതൊന്ന് തിളപ്പിച്ച് മാങ്ങ നന്നായിട്ടൊന്ന് വെന്ത് ഉടയണം. നമ്മളിവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എടുക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ഇല ഇവിടെ വെച്ചിട്ടുണ്ട്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നമ്മുടെ അടിപൊളി ഭക്ഷണയിലയും അതുപോലെ വാഴയിലയും അപ്പച്ചമ്പ് റെഡി. ഞാൻ ഇതിലേക്ക് തന്നെ തേങ്ങയും ഇട്ട് കൊടുത്തിരിക്കുകയാണ്. നന്നായിട്ട് കുറുകി, അതായത് ഈ മാങ്ങ ഒന്ന് ഉടയുന്ന എന്ത് പറയണം. അപ്പോൾ അങ്ങനെ ഉടഞ്ഞ് വന്നു കഴിയുമ്പോൾ നമുക്ക് നെയ്യ് ഒഴിക്കാം. ഇത് നമ്മൾ ഇതിനകത്തോട്ട് നെയ്യും കൂടെ ഇടുകയാണ് കേട്ടോ. നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോൾ നെയ്യും കൂടെ ഇട്ട് ശർക്കര പാനിയിൽ നമ്മൾ പഴുത്ത മാങ്ങ ഇട്ടു. അത് നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് ഏകദേശം വന്നപ്പോൾ അതിലേക്ക് തേങ്ങ ചിരകിയതും ചേർത്ത് നന്നായിട്ട് ആ വെള്ളം ഒന്ന് കുറച്ച് പറ്റി വന്നപ്പോഴത്തേക്കും നമ്മൾ അതിനകത്തോട്ട് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് ഇളക്കി റെഡിയാക്കി വെച്ച്, അതാണ് നമ്മുടെ കൂട്ട്. അതാണ് നമ്മളിതിനകത്തേക്ക് ഇടേണ്ടത്. നന്നായിട്ട് നമുക്കൊന്ന് വെന്തുടയ്ക്കാം. ഒരുപാട് ഉടയ്ക്കണമെന്നില്ല, എങ്കിലും അത് ഏകദേശം ഒന്ന് ഉടച്ച് റെഡിയാക്കി വെക്കാം. അപ്പം നമുക്കിത് ആക്ച്വലി ഇപ്പോൾ ഇലയില്ലെങ്കിൽ കോഴിക്കട്ട പോലെ ആണെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണെങ്കിൽ പറയുന്നത്, കോഴിക്കട്ട എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇലയ്ക്കകത്ത് പരത്താനാണെങ്കിലും നമുക്ക് അങ്ങനെയും വെക്കാം. ഇപ്പം ഞാൻ തന്നെ വീഡിയോ എടുക്കേണ്ടത് കൊണ്ട് നമ്മൾ കുമ്പളപ്പം ഉണ്ട്, ഞങ്ങൾ കുമ്പളപ്പം എന്നാണ് പറയുന്നത് കേട്ടോ. കുമ്പളൻ്റെ ഇലയ്ക്കകത്ത്, അതായത് ഭക്ഷണയിലയ്ക്കകത്ത് ഉണ്ടാക്കുന്നതാണ് കുമ്പളപ്പം. മറ്റേത് ഇലയ്ക്കകത്ത്, വാഴയിലയ്ക്കകത്ത് വെക്കുന്നത് ഇലയപ്പം. അത് ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറയുന്നത്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്കറിയത്തില്ല. അതിനകത്ത് നമ്മളിപ്പം എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര പാനിയും നമ്മളിപ്പം എടുത്ത് വെച്ച മാങ്ങ, ശർക്കര എല്ലാം കൂടി ഇട്ടതുണ്ടല്ലോ, ആ കൂട്ടാണ് നമ്മളിതിനകത്തോട്ട് ചേർക്കുന്നത്. അപ്പോൾ ആവശ്യം അനുസരിച്ചിട്ട് നമുക്ക് വെക്കാം. ഒരുപാട് മധുരം വേണ്ടവർക്ക് ഒരുപാട് വെക്കാം, കുറച്ച് മധുരം കുറച്ച്. അപ്പോൾ ഇപ്പം നമ്മൾ ഇലയപ്പവും പിന്നെന്താണ് കുമ്പളപ്പവുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എങ്ങനെയുണ്ട് ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പം ആവി ഇങ്ങനെ വരുമ്പോൾ ഉണ്ടല്ലോ നല്ല മണമാണ്. ആ ഭക്ഷണയില ഉണ്ടല്ലോ, ഭക്ഷണയിലയുടെ മണവും ആ വാഴയിലയുടെ മണവും. അപ്പം നമ്മളിനി അതിനെ ഒന്ന് തിരിച്ചിടണം കേട്ടോ, എന്നാലേ അതിൻ്റെ ഇപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് വേവത്തുള്ളൂ. നമ്മൾ അതെല്ലാം ഒരേ രീതിയിൽ തന്നെ എടുത്ത് വെച്ചിട്ട് അതിനെ ഒന്ന് തിരിച്ച് വെക്കണം. അതായത് തിരിച്ച് വെക്കണമെന്ന് പറഞ്ഞാൽ ഒരു സൈഡാണ് വേവുന്നത്. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് ശരിക്കും വേവാൻ വേണ്ടിയിട്ട് നമ്മളതിനെ ഒന്ന് തിരിച്ച് വെക്കണം. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ കുമ്പളപ്പവും എടുത്ത് തിരിച്ച് വെക്കുവാണ്. കണ്ട, അതിൻ്റെ ഒരു സൈഡേ വെന്ത് കാണത്തുള്ളൂ ചിലപ്പോൾ. അപ്പോൾ അതൊരു സൈഡും കൂടെ നന്നായിട്ട് വെന്തോട്ടെ. അപ്പം നമ്മളതനുസരിച്ച് അതോടെ ഒന്ന് തിരിച്ച് വെക്കണം. എല്ലായിടത്തിനകത്ത് വെച്ച് ഇപ്പോൾ നമ്മുടെ ചൂട് ചായ. അതാ വാവ് വാവ്. അപ്പോൾ ഗൈസ്, നമ്മുടെ സ്വാദുരം പഴുത്ത മാങ്ങയുടെ കുമ്പളപ്പവും ഇലയപ്പവും റെഡി ആയിരിക്കുന്നു. നിങ്ങൾക്കിതൊന്ന് പരീക്ഷിച്ച് നോക്കാം. ചായയും റെഡിയാണ്. അപ്പോൾ നമുക്ക് കഴിക്കാം. അപ്പോൾ നമുക്കിനി ഒരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ, സബ്സ്ക്രൈബ് മൈ ചാനൽ.